ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് HSST ജനറൽ പേപ്പറിന്റെ സിലബസ് അനാലിസിസ് ആണ്. അപ്പം ഏതൊക്കെ രീതിക്കായിരിക്കും, ഏതൊക്കെ പോർഷനിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, എത്രയൊക്കെ മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത്, എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ HST എക്സാമിനൊക്കെ ജനറൽ പേപ്പർ നേരത്തെയൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ ഈയിടെ നടന്ന HST കൊമേഴ്സിന്റെ എക്സാമിനൊക്കെ ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയാമ്പിൾ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, അതിന്റെ സിഗ്നിഫിക്കൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി തമ്മിലുള്ള വ്യത്യാസം, യൂണിയൻ സ്റ്റേറ്റ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻഷ്യൽ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, എമർജൻസി പ്രൊവിഷൻസ്, അമെൻഡ്മെന്റ് പ്രൊവിഷൻസ് എന്നൊക്കെ പറഞ്ഞ കുറെ ടോപ്പിക്കുകളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കുകൾ കണ്ടു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ. അപ്പം പറയുമ്പോൾ ഇത്ര ഉള്ളെങ്കിലും നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് ടോട്ടൽ ഏകദേശം ഒരു മാക്സിമം ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ജനറൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്, ജനറൽ നോളജിന്റെ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അതിനകത്ത് ഒരു 7 ക്വസ്റ്റ്യൻസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മിക്കപ്പോഴും തന്നെ വരാറുള്ളത്. അതുകൊണ്ട് HST എക്സാമിനെ സംബന്ധിച്ചോളം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, 7 to 8 ക്വസ്റ്റ്യൻസ് മാർക്കൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിനിമം ഒരു 5 മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്കിലും എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ചില എക്സാമുകൾക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ചില എക്സാമുകൾക്ക് വളരെ ടഫ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, ടോപ്പ് ലെവലിലേക്കുള്ള കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ജനറൽ ടോപ്പിക്കുകളിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ HSC കൊമേഴ്സിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു ഡിസ്കഷൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് കുറെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കുക, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കുക, ഈ രീതിക്കുള്ള ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നും കൂടുതലായിട്ടും വരുന്നത്. കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏത്, ഇവ കണ്ടുപിടിക്കുക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഏരിയയിൽ നിന്ന്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ്, അതായത് രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് കൂടിച്ചേരുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 108 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 108 ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ജോയിന്റ് സിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടുപിടിക്കുക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തരുന്ന നോട്ട്സിന് പുറമെ നമ്മൾ ചെറിയ എക്സ്ട്രാ റീഡിംഗ് കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടുകളൊക്കെ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതൊക്കെ ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ അവയർനെസ് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിനകത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന സംഭവം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. എല്ലാ എക്സാമിനും RTI ആയിട്ട് ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകാറുണ്ട്. ഇനി അതുപോലെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെന്റൽ ആക്ട്സ്, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അത്തരം ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ആക്ട്, ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആ ഏരിയയിൽ നിന്നും പറയുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് ഒരു 2 to 3 മാർക്സിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അതിൽ പല പല സെക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലൊക്കെ. അപ്പൊ ആ ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നു. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്, ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടുപിടിക്കാനാണ്. ശരിയായിട്ടുള്ളതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. എപ്പോഴും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നോട്ട് കറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മൾ ഉത്തരത്തിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പം ആ കാര്യം എപ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ എക്സാമിന് ചെയ്യുക. ഓക്കെ, അപ്പം ഈ രീതിക്കായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഇനി അടുത്തത് റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സുകളുടെ സ്ഥാപനം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എഫോർട്സ് ടു റിഫോം ദ സൊസൈറ്റി, അപ്പം സൊസൈറ്റിയുടെ റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല സ്ഥാപനങ്ങൾ, SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം സഭകൾ നമുക്കുണ്ട്. ഇതിന്റെ എല്ലാ പേരൊക്കെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കതെല്ലാം ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഓരോ പ്രസ്ഥാനം എന്നിട്ട് സ്ഥാപിച്ച ആരാണ്, അതിന്റെ വർഷം ഏതാണ്, ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്നും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്നത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്. അത് നമുക്കറിയാം പല പല വിപ്ലവങ്ങളും പല അജിറ്റേഷൻസും ഒക്കെ റെനൈസൻസിന്റെ ഏരിയയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചാന്നാർ അജിറ്റേഷൻ, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ, ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, കുട്ടംകുളം സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സത്യാഗ്രഹങ്ങളും മറ്റു പല പല സംഭവങ്ങളും നമുക്ക് റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ചിലപ്പോൾ റെനൈസൻസിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം കൂടുതലും ചോദിക്കാറുണ്ട്. 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചിലപ്പം 1-2 ഒക്കെ ആയിരിക്കും ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിലൊക്കെ നമുക്ക് ഷുവറായിട്ടും ഒരു 7 ക്വസ്റ്റ്യൻസ് പറയാം. ഏറ്റവും കുറഞ്ഞ ഒരു 5 to 6 ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയിൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ റെനൈസൻസിന്റെ കേസിൽ ചിലപ്പോൾ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3 to 4 ഒക്കെ കാണാം. ഓക്കെ, ഇനി റോൾ ഓഫ് പ്രസ് ഇൻ റെനൈസൻസ്. നമുക്കറിയാം പല പത്രമാധ്യമങ്ങളും റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവയുടെ സ്ഥാപകരാരാണ്, ഇത് സ്ഥാപിച്ച വർഷം ഏതാണ്, അത്തരം ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് വരുന്നത് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോവല്, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. പിന്നെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പാർവതി നെന്മിനിമംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകളെ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ലീഡേഴ്സ് ഓഫ് റെനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റെനൈസൻസിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇവരെല്ലാം നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും കേട്ടോ. ശ്രീനാരായണ ഗുരു, അയ്യ വൈകുണ്ഠർ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ പല പല ആളുകളുണ്ട്. എല്ലാവരുടെ പേര് ഞാൻ വായിക്കുന്നില്ല, കുറെ അധികം പേരുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന്
വായിച്ചു നോക്കുക. ഇവരെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. തൈക്കാടയെ കുറിച്ചൊക്കെ, തൈക്കാടയെ അല്ല അയ്യങ്കാളിയെ കുറിച്ചൊക്കെ എപ്പോഴും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ലിറ്റററി ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, അങ്ങനെ കുറേയധികം ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവരെ കുറിച്ചും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരുന്നത് അവസാനം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദ്യം വേണമെങ്കിലും ഈ ഏരിയ നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പത്രം വായന, ന്യൂസ് പേപ്പർ റീഡിങ്, അതിനൊരു ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക. പത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. എല്ലാം കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുക എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പരമാവധി പഠിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സ് നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എങ്കിലും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ പത്രം വായന കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭരണഘടനയുണ്ട്, പക്ഷെ ആ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് ആയിട്ടുള്ള ഓരോ ഈവന്റ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ന്യൂസ് പേപ്പർ റീഡിങ് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഇനി റെനൈസൻസിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ക്രോണോളജി ഓഫ് പ്രസ് ലോഞ്ച്ഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ്. അപ്പം ഇതൊക്കെ ഓരോ പത്രങ്ങളുടെയും മാഗസിൻസിന്റെ ഒക്കെ പേരുകളാണ്. അപ്പൊ ഇതൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം സ്ഥാപിച്ചതാണ്, രണ്ടാമത്തെ സ്ഥാപിച്ചതാണ്, മൂന്നാമത്തെ സ്ഥാപിച്ചതാണ്. അപ്പൊ ആ ഓർഡറിൽ കൃത്യമായിട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, വിവേകോദയം, സ്വദേശാഭിമാനി, മിതവാദി, മാതൃഭൂമി. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. അതുപോലെ ഹു അമംഗ് ദ ഫോളോവിങ് ആർ അസോസിയേറ്റഡ് വിത്ത് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വനിതകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം only 1 and 2, അത് രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്ന ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ റെനൈസൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് അയ്യങ്കാളി. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. യോഗം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അയ്യങ്കാളി. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? സാധുജന പരിപാലന യോഗമാണ് കേട്ടോ, സാധുജന പരിപാലന യോഗം. ഓക്കെ, അപ്പൊ അത് 1907 അദ്ദേഹം ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഹി സെർവ്ഡ് ആസ് ദ നോമിനേറ്റഡ് മെമ്പർ ഓഫ് ദ ശ്രീമൂലം പ്രജാസഭ. അത് ശരിയാണ്. അയ്യങ്കാളി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ദ ഡിപ്രസ്ഡ് കാസ്റ്റ് ഇൻ വെങ്ങാനൂർ. ഇതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് റെനൈസൻസിന്റെ ഏരിയയിൽ നിന്നും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരം ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ജനറൽ നോളജ് അല്ലെങ്കിൽ HST ജനറൽ പേപ്പറിന്റെ ഏരിയയിൽ നിന്നും ചോദിക്കാവുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് സോഷ്യൽ വെൽഫെയർ സ്കീംസ് വരുന്നുണ്ട്, പിന്നെ അതിന് പുറമെ റെനൈസൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പറയുമ്പോൾ ഇത്രയും ഏരിയ ആണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അതിന്റെ പുറമെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. എങ്കിലും കൂടുതലും ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു 7 to 8 മാർക്സ്, സോഷ്യൽ വെൽഫെയർ സ്കീംസിൽ നിന്ന് ഒരു മാക്സിമം 2 to 3 മാർക്സ്, ഇനി റെനൈസൻസിൽ നിന്ന് ഒരു 3 to 4 മാർക്സ്. അപ്പം 7, 3, 10, 14, 14. അപ്പൊ ചിലപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം ചിലപ്പോൾ റെനൈസൻസിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചിലപ്പം ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഔട്ട്സൈഡിൽ നിന്ന് ഉള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെയും വരാം. അപ്പൊ അതുകൊണ്ട് പത്രം വായനയും കൂടെ നമ്മളൊന്ന് ശീലമാക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി സമയമൊന്നും കൊടുത്തില്ലെങ്കിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പത്രം വായനയും കൂടെ ഒന്ന് ശീലമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ പേപ്പറിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കാണാം. അതുവരെ താങ്ക് യു. ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് HSST സബ്ജക്റ്റുകളുടെ ജനറൽ പേപ്പറിന്റെ പാർട്ട് 2 സിലബസ് ബ്രേക്ക് ഡൗൺ ആണ്. നമ്മൾക്കറിയാം HSST സിലബസ്, നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സിലബസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പൊ നമ്മൾ അധികം ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു 70:30, 70 മാർക്ക് മതിയല്ലോ, സോ ഐ വിൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മൈ സബ്ജക്ട് പാർട്ട്. കുറേ അധികം ഇമ്പോർട്ടൻസും നമുക്ക് അറിയുന്ന കുറേയും കൂടി ഏരിയാസ് സബ്ജക്ട് പാർട്ടായത് കാരണം നമ്മുടെ മുഴുവൻ ഫോക്കസിങ്ങും സബ്ജക്റ്റിലായിരിക്കും. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ജനറൽ പേപ്പറിന്റെ ഒരു ഐഡിയ ആണ്.
So you have to balance between your subject and general paper. നല്ല സുന്ദരമായ ഒരു ബാലൻസിങ് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിലും ജനറൽ പേപ്പറിന്റെ പഠനത്തിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ ദിസ് എക്സാം. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജനറൽ പാർട്ടില് പാർട്ട് 2 ആണ്. പാർട്ട് 2-നകത്ത് വരുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ്. ഇതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ്. 5 മാർക്കിലെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എന്താണ് ടീച്ചിങ്, ടീച്ചിങ്ങിന്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് റിക്വയർമെന്റ്, ലേണേഴ്സിന്റെ ഫീച്ചേഴ്സ്, ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ടീച്ചിങ്ങിന് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്, ഡിഫറെന്റ് ടീച്ചിങ് എയ്ഡ്സ്, ഡിഫറെന്റ് ഇവാലുവേഷൻ സിസ്റ്റം. എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. പക്ഷേ HSST പരീക്ഷയിൽ നമ്മൾ ഇത്രയും ഒരു സിമ്പിൾ ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് ഒരു ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യും? അതായത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50% ഓഫ് കുട്ടികൾ എബോവ് ആവറേജ് ആണ് ആൻഡ് ഒരു 5% ആവറേജ് ആണ്, ബാക്കി ഒരു 5% ബിലോ ആവറേജ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്കലി ഇമ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവന് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കും? അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ഈ ഭാഗത്ത് നിന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 5 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ 5 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഈ സിലബസിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കരുത്. കുറച്ചും കൂടെ ഈ സിലബസ് നിങ്ങൾ വാസ്റ്റായി പഠിക്കണം. എസ്പെഷ്യലി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ നെറ്റിന്റെ സിലബസിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ഒരു സിലബസ് എടുത്തിട്ട് നിങ്ങൾ ആ ലെവലിൽ ഒന്ന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. റിസർച്ച് എന്താണ്, റിസർച്ചിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, ഒരു മെജോറിറ്റി ക്വസ്റ്റ്യനും ഇരിക്കുന്നത് ഈ ടൈപ്സ് ഓഫ് റിസർച്ചിന്റെ ബേസിലാണ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ്, സിമ്പോസിയം ആൻഡ് തീസിസ് റൈറ്റിംഗ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. APA സ്റ്റൈല്, MLA സ്റ്റൈല്, ചിക്കാഗോ സ്റ്റൈല്, ഈ സ്റ്റൈലുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം. നിങ്ങൾ എങ്ങനെയാണ് സൈറ്റ് ചെയ്യുക, ഇൻ ടെക്സ്റ്റ് എങ്ങനെ സൈറ്റ് ചെയ്യും, ബിബ്ലോഗ്രഫിയിൽ എങ്ങനെ എഴുതും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെയായിട്ട് ഒരു HSST പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, പല സബ്ജക്റ്റിന്റെ ഉണ്ട്, ഞാൻ അവിടെ ഒരു സബ്ജക്റ്റിനാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ 10 ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സിലബസിൽ അകത്ത് നിന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സിലബസിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ, ഒരു പ്രോ വേർഷൻ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. The first question, which statistical technique used to control extraneous variable in experimental research? ഞാൻ പറഞ്ഞില്ലേ ടൈപ്സ് ഓഫ് റിസർച്ചിനകത്ത് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. സോ ഇതിനകത്ത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കൽ ടൂളാണ് നിങ്ങൾ യൂസ് ചെയ്യുക? അനോവ, ടി ടെസ്റ്റ്, അൻകോവ, കൈസ്ക്വയർ ടെസ്റ്റ്. ശരിക്കും ഇതിന്റെ ആൻസർ വരുന്നത് അൻകോവയാണ്. അനാലിസിസ് ഓഫ് കോവേരിയൻസ് ആണ്. എന്തുകൊണ്ടാണ് അനോവ അല്ലാണ്ടായി അൻകോവയായി മാറിയത്? കാരണം അനോവ എക്സ്റ്റെൻസ് അനോവ by including one or more co-varieties in this model. അതായത് co-varieties ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൽ നമ്മൾ to remove their influence on dependent variable. So the comparison between the group means is adjusted for the extraneous effect. പിന്നെ experimental റിസർച്ചിലാണെങ്കിൽ this is how control or reduce the variance caused by the variables. അല്ലെങ്കിൽ അത് മാനിപ്പുലേഷനിലേക്ക് പോകും. സോ നിങ്ങൾ if you compare your post text scores across treatments but ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്ലൈറ്റ്ലി നിങ്ങളുടെ പ്രീ ടെസ്റ്റ് സ്കോർ അൻകോവ യൂസ് ചെയ്തും അനോവ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അൻകോവ യൂസസ് ദ പ്രീ ടെസ്റ്റ് ആസ് എ കോവേരിയറ്റ് ആൻഡ് കമ്പയർസ് അഡ്ജസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് മീൻസ്. പോസ്റ്റ് ടെസ്റ്റ് മീൻസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അൻകോവയാണ്.
ഈ അനോവ കമ്പയർ ഗ്രൂപ്പ് മീൻസ്, അനോവയിൽ ഗ്രൂപ്പ് മീൻസ് കമ്പയർ ചെയ്യുന്നുണ്ട്, ബട്ട് ഡസ് നോട്ട് അഡ്ജസ്റ്റ് ടു ദ കോവെറൈറ്റീസ്. പിന്നെ കൈക്കോ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ അസോസിയേറ്റ് ഫോർ കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ്. അതൊരു നമുക്ക് ഒരിക്കലും ഒരു നോട്ട് കണ്ടിന്യൂസ് കോവെറൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടൈപ്സ് ഓഫ് റിസർച്ച് അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് കൊഹോർട്ട് സ്റ്റഡീസ് ആർ റിലേറ്റഡ് വിത്ത് ഡാഷ്. കൊഹോർട്ട് സ്റ്റഡി റിലേറ്റ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ റിസർച്ച് ഡിസൈൻ ആയിട്ടാണ്. എ കൊഹോർട്ട് സ്റ്റഡി ഫോളോസ് എ defined group cohort over time to observe the outcomes, often disease, behavior, development എന്തും ആകാം. That follow-up over time is the hallmark of a longitudinal design. So cohort ഒരു follow-up ആണ് over a time. ക്രോസ് സെക്ഷണൽ സ്റ്റഡി ഒക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ ടൈം സ്നാപ്ഷോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പെർട്ടിക്കുലർ ഫോളോ അപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രീ എക്സ്പെരിമെന്റൽ ആണെങ്കിലും ക്വാസി എക്സ്പെരിമെന്റൽ ആണെങ്കിലും ഇന്റർവെൻഷൻസ് ഉണ്ട്. ഒരു ലോങ് ടേം ഫോളോ അപ്പ് ഒന്നും വരുന്നില്ല. ഒരു ലോങ് ടേം ഫോളോ അപ്പ് വരുന്നത് കൊഹോർട്ട് സ്റ്റഡീസിലാണ്. കൊഹോർട്ട് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് വരുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ റിസർച്ച് ഡിസൈനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൗണ്ടഡ് തിയറി അപ്രോച്ച് ഇൻ റിസർച്ച് യൂട്ടിലൈസസ്. അത് ഇൻഡക്റ്റീവ് മെത്തേഡിലാണ്. ഗ്രൗണ്ടഡ് തിയറിയുടെ പ്രിൻസിപ്പിൾ തന്നെ ഇൻഡക്റ്റീവ് മെത്തഡോളജിയാണ്. റിസർച്ചേഴ്സ് കളക്ട് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ കോഡ് ചെയ്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്ത് ഇൻസിഡൻസിനെ കാറ്റഗറൈസ് ചെയ്ത് ഫ്രം ദീസ് കാറ്റഗറീസ് ആണ് അവർ തിയറി എമേർജ് ചെയ്യുന്നത്. സോ അത് ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഭാഗമാണ്. അടുത്തത്, ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടെസ്റ്റ് വൺ എറർ as a false positive conclusion. Type 1 എന്ന് വെച്ചാൽ എന്താണ്? Rejecting the null hypothesis when it is actually true. ഒരു false positive ചെയ്യണം. Type 2 error ആണെങ്കിലോ failing to reject the null when it is false. അടുത്തത്, Cronbach alpha is a dash. Cronbach alpha എന്ന് പറയുന്നത് റിലയബിലിറ്റി ഇൻഡെക്സ് ആണ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണത്. അത് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും റേഞ്ച് ചെയ്യുന്നത് 0 to 1 ആണ്. ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടൂൾ ആണ് ഈ കോൺബാക്ക് ആൽഫ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും റിസർച്ച് നമ്മൾ ഏത് ലെവലിൽ നിന്ന് വേണം പ്രിപ്പയർ ചെയ്യാനെന്ന്. ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡീസ് ആ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടൈപ്സിലേക്ക് മാത്രം ഒതുക്കരുത്. അതിനെ മറികടന്ന് യു ഹാവ് ടു തിങ്ക് മോർ, യു ഹാവ് ടു ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ്. അങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. മെറ്റാകോഗ്നിഷൻ ആൻഡ് ലേണിംഗ് ഇസ് ഡാഷ്. ലേണിംഗിൽ മെറ്റാകോഗ്നിഷൻ എന്താണ്? And the answer is 1, 2 and 3. Learning how to learn, cognitions about cognitions, regulating one's own cognitive process. All 3 are the correct. Metacognition literally പറയുകയാണെങ്കിൽ thinking about thinking. അത് include ചെയ്യുന്നത് learning how to learn, knowing the strategies that help you to learn. പിന്നെ cognitions about cognitions എന്താണ്? Awareness of our own knowledge, strength, limits എല്ലാം. പിന്നെ regulating one's own cognitive process, നമ്മുടെ പ്ലാനിങ്, മോണിറ്ററിങ്, ഇവാലുവേറ്റിംഗ് എല്ലാം വരുന്നതാണ് അതിനകത്ത് വരുന്നത്. അടുത്തത്, conducting an internal test to know the progress of learning is an example for dash. നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നു. സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർ പറയുന്നത്, പക്ഷെ കുറച്ചും കൂടെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. And the answer is C, assessment for learning. ഒരു ഇന്റേണൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രസ് ആണ്, ഒരു ഫോർമേറ്റീവിന്റെ ഭാഗമായിട്ടാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഫോം ടീച്ചിങ് ആൻഡ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ്. എക്സാക്ട്ലി നമ്മൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടി അതിനൊരു ഇംപ്രൂവ്മെന്റിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ്, ഫൈനൽ എക്സാമിനേഷൻ, സർട്ടിഫിക്കേഷൻ ഒക്കെയാണ്. അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെങ്കിൽ ഒരു സ്റ്റുഡൻസ് സെൽഫ് അസസ്മെന്റ്, ആ ഒരു മോണിറ്ററിങ് അവരവരുടെ ലേണിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ്. അസസ്മെന്റ് ഇൻ ലേണിംഗ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് കാറ്റഗറി യൂസ്ഡ് ഇൻ കാഷ്വൽ ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. അടുത്തത്, ആക്ഷൻ വെർബ് ഇൻ ലേണിംഗ് ഔട്ട്കം ഇൻഡിക്കേറ്റ്സ്. ആക്ഷൻ വെർബ് ഇൻ ദ ലേണിംഗ് ഔട്ട്കം ഇൻഡിക്കേറ്റ് ലേണിംഗ് പ്രോസസ് ആണ്. It describes, it applies, it analyzes how the process. അടുത്തത്, an alternative curriculum model put forward by a group of teachers dissatisfied with the existing curriculum is called as grassroots model of curriculum.
എ കരിക്കുലം ഡെവലപ്ഡ് ബൈ ദ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ലോക്കൽസ് അവർ ഒഫീഷ്യൽ കരിക്കുലത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദ ഡെവലപ്ഡ് അനദർ കരിക്കുലം. ആക്ച്വലി നമുക്ക് ഇതിന്റെ ഓപ്ഷനിൽ ബി ഡി ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, പക്ഷേ ഐ തിങ്ക് ദ മോർ റൈറ്റ് ആൻസർ ഇസ് ബി. A teaching intervention strategy in which the students alternate between the role of a tutor and a tutee. അത് വരുന്നത് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് ആണ്. റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് പിയർ ട്യൂട്ടറിംഗ് സ്ട്രാറ്റജിയാണ്. അവിടെ സ്റ്റുഡൻസ് ട്യൂട്ടറിന്റെ റോളായിട്ടും ട്യൂട്ടിയുടെ റോളായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കും. ഫീഡ്ബാക്ക് എടുത്ത് അവിടെ നിന്നും മാറി മറിഞ്ഞ് അവരങ്ങനെ ഫീഡ്ബാക്ക് എടുക്കും, അതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യും, അങ്ങനെ വീണ്ടും വീണ്ടും പെർഫോം ചെയ്യുന്ന ഒരു രീതിയാണ്. യൂണിഡയറക്ഷണൽ പിയർ ടീച്ചിങ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ട്യൂട്ടർ ആയിരിക്കും, ട്യൂട്ടർ റോൾസ് മാറത്തില്ല. ക്രോസ് ഏജ് ആണെങ്കിൽ ഓൾഡ് സ്റ്റുഡൻസ് ട്യൂട്ടർ, യങ്ങർ വൺസ് ട്യൂട്ടി, ആ രീതിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് ആണെങ്കിൽ ഒരു മെനി പെയർഡ് ഇന്ററാക്ഷൻസ് അക്രോസ് ദ ഹോൾ ക്ലാസ്, ഒരു യൂണി ഡിറക്ഷനിലാവണം എന്നില്ല, ചിലപ്പോൾ ആവാതിരിക്കാം, എന്തും ആയിരിക്കാം. അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് റോൾസ് ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവല്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ഈ ഒരു ലെവലും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.